ഡിയേഴ്സ്, നമ്മുടെ +1 അക്കൗണ്ടൻസിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്നതിലെ രണ്ടാമത്തെ പാർട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അഥവാ GST ആണ്. അതുകൂടാതെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് GST, പിന്നെ അതിന്റെ അഡ്വാൻറ്റേജ് GST നമ്മൾ നോക്കി പോകുന്നുണ്ട്. എല്ലാ വിദ്യാർത്ഥികളും കഴിഞ്ഞ പാർട്സ് ഒക്കെ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കാം. എന്നാൽ മാത്രമേ ഒരു കണ്ടിന്യൂഷൻ ലഭിക്കുള്ളൂ. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഇത് നമുക്ക് നോക്കുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്, GST കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, എന്താണ് GST? ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് നമ്മൾ GST എന്ന് പറയാം. അതായത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപയോഗത്തിന്മേൽ ചുമത്തുന്ന ഒരു ലക്ഷ്യാധിഷ്ഠിത നികുതിയാണ് നമ്മൾ GST എന്ന് പറയുന്നത്. നമ്മുടെ വൺ കൺട്രി വൺ ടാക്സ് ആണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, നമ്മുടെ GST തന്നെ 3 മെയിൻ കമ്പോണന്റ് ആയിട്ട് പറയുന്നുണ്ട്. ഒന്ന് CGST, പിന്നെ SGST, പിന്നെ IGST എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന് നമ്മുടെ ടെസ്റ്റിലെ ഒരു ഡയഗ്രാം ആണത്. ടാക്സസ് ആണ്, ഇൻഡയറക്ട് ടാക്സ് ഉണ്ട്, ഡയറക്ട് ടാക്സ് ഉണ്ട്. ഇൻഡയറക്ട് ടാക്സ് വരുന്നത് സെൻട്രലും സ്റ്റേറ്റും ബേസ്ഡ് ടാക്സുകളാണ്. സെൻട്രൽ ബേസ്ഡ് വരുമ്പോൾ സർവീസ് ടാക്സ് ഉണ്ടായിരുന്നു, SSS ഡ്യൂട്ടി ഉണ്ടായിരുന്നു, CST ഉണ്ടായിരുന്നു, കസ്റ്റം ഉണ്ടായിരുന്നു. ഓക്കെ, സ്റ്റേറ്റ് നോക്കുമ്പോൾ വാറ്റ് ഉണ്ടായിരുന്നു, പിന്നെ എൻട്രി ടാക്സ് ഉണ്ടായിരുന്നു, ഒക്ട്രോൾ ഉണ്ടായിരുന്നു, ലക്ഷറി ടാക്സ് ഉണ്ടായിരുന്നു. ഇതെല്ലാം റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മുടെ GST വന്നത്. ഓക്കെ, ഡയറക്ട് ടാക്സ് ആണ് ഇൻകം ടാക്സ് ആയിട്ട് പറയുന്നത്. ടെസ്റ്റിലൊരു ഡയഗ്രാം ആണ്. നമുക്കടുത്ത് CGST എന്താണെന്ന് നോക്കാം. സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് CGST എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സംസ്ഥാനത്തിനുള്ളിൽ തന്നെ കച്ചവടം നടക്കുമ്പോൾ കേന്ദ്രം ഈടാക്കുന്ന ടാക്സിനെയാണ് നമ്മൾ CGST എന്ന് പറയുന്നത്. ഇത് കേന്ദ്ര സർക്കാരിലേക്കാണ് പോകുന്നത്. പിന്നെ SGST ആണ്, അതായത് സ്റ്റേറ്റ്സ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. സംസ്ഥാനത്തിനുള്ളിൽ കച്ചവടം നടക്കുമ്പോൾ ഈടാക്കുന്ന സംസ്ഥാനത്തിന്റെ ടാക്സിയാണ് നമ്മൾ എന്താ പറയുന്നത് SGST എന്ന് പറയുന്നത്. ഇത് സംസ്ഥാന സർക്കാരിലേക്കാണ് പോകുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് IGST ആണ്. അതായത് ഒരു സംസ്ഥാനത്തിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തെ സാധനങ്ങൾ വിൽക്കുകയോ അല്ലെങ്കിൽ സാധനങ്ങൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോഴോ ആണ് IGST ചുമത്തുന്നത്. ISTG എന്ന് പറയുമ്പോൾ ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. സംയോജിത ചരക്കു സേവന നികുതി എന്ന് നമുക്ക് പറയാറുണ്ട്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് കേരളത്തിലെ രമേശ് എന്ന വ്യാപാരി കേരളത്തിൽ തന്നെ സീമയ്ക്ക് 10,000 രൂപയ്ക്ക് സാധനങ്ങൾ വിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ വിൽക്കുമ്പോൾ അതിന് GST ഉണ്ടാവല്ലോ. അതിന് GST നെറ്റ് എന്ന് പറഞ്ഞാൽ 18% വിചാരിക്കാം. അതിൽ 9% CST ആയിരിക്കും, അതായത് നമ്മുടെ കേന്ദ്ര സർക്കാരിലേക്ക് പോകുന്നത്. പിന്നെ ഒരു 9% SGST ആയിരിക്കും, നമ്മുടെ കേരളത്തിലെ തന്നെ കേരള സർക്കാരിന് പോകുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഇതിൽ തന്നെ അടുത്ത സ്ലൈഡിൽ നോക്കാം. ഇവിടെ പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അഡ്വാൻറ്റേജ് നമ്മൾ നോക്കുന്നുണ്ട്. നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് നമ്മൾ സൂചിപ്പിച്ചതാണ്, അതായത് വൺ കൺട്രി വൺ ടാക്സ് എന്ന സംഭവം. അതായത് രാജ്യമൊട്ടാകെ ഒരൊറ്റ ഭരണച്ചട്ടക്കൂട്ടിനുള്ളിൽ കീഴിൽ വരുന്ന നിയമവും നടപടിക്രമവുമാണ് നമ്മുടെ ഈ ടാക്സ് എന്ന് പറയുന്നത്. രണ്ടാമത്താണ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്. നമ്മൾ ജസ്റ്റ് സൂചിപ്പിച്ചിരുന്നു. അതായത് സാധനങ്ങളും സേവനങ്ങളും യഥാർത്ഥ ഉപഭോക്താവ്, അതായത് എൻഡ് കൺസ്യൂമർ ഉപയോഗിക്കുന്ന അവസാന ഘട്ടത്തില് ഒരൊറ്റ പോയിന്റിൽ മാത്രമാണ് ഇവിടെ നികുതി ചുമത്തപ്പെടുന്നത്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കംപ്രഹെൻസീവ് ലിവി വിത്ത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നാണ് മൂന്നാമത്തെ പോയിന്റ്. നമുക്ക് സിമ്പിളായിട്ട് പറയാം. അതായത് നമ്മുടെ സാധനങ്ങളും സേവനങ്ങളും ഒരേ നിരക്കിൽ ചുമത്തുന്ന സമഗ്ര നികുതിയാണിത്. കൂടാതെ മുമ്പ് നൽകിയ നികുതി തിരികെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റുകൾ കൊടുക്കുന്നുണ്ട്. അതായത് ITC അനുകൂലവും ഇവിടെ നൽകുന്നുണ്ട്. ഇവിടെ നാലാമത്താണ് നോ മൾട്ടിപ്പിൾ ലിവി ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. അതായത് പഴയതുപോലെ നമുക്ക് ഇവിടെ സെയിൽസ് ടാക്സ്, എൻട്രൻസ് ടാക്സ്, എന്റർടൈൻമെന്റ് ടാക്സ്, അതുപോലെ ലക്ഷറി ടാക്സ് എന്നീ ടാക്സ് ഒന്നും ഇപ്പോൾ കൊടുക്കേണ്ടതില്ല. ഇതൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് പകരമാണ് ഇവിടെ റീപ്ലേസ് ചെയ്ത് GST മാത്രമായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ നേട്ടങ്ങൾ തന്നെ അഡ്വാൻറ്റേജസ് നോക്കാം. അതും ഒരു 5 പോയിന്റ് പറയുന്നുണ്ട്. ഓക്കെ, ആദ്യത്താണ് അബോളിഷൻ ഓഫ് മൾട്ടിപ്പിൾ ടാക്സ് എന്ന് പറയുന്നത്. അതായത് വിവിധങ്ങളായ നികുതികൾ ഇല്ലാണ്ടാക്കി നികുതി സമുദായം ലളിതമാക്കിയിട്ട് GST വന്നതോടുകൂടി
പിന്നെ രണ്ടാമത്തെ പോയിന്റാണ് വിൻസ് ടാക്സ് ബേസ് ഇൻക്രീസിങ് റവന്യൂ ആണ്. അതായത് നികുതി വലയത്തിലേക്ക് കൂടുതൽ ആളുകൾ വരികയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വരുമാനം കൂടുകയും ഭരണ ചെലവ് കുറയുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തിൽ പറയുന്നത് എൻഹാൻസ് മാനുഫാക്ചറിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് ചരക്കുകളുടെയും നിർമ്മാണവും വിതരണവും വേഗത്തിലുള്ളതും കാര്യക്ഷമവുമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നാലാമത്തെ പ്രൊമോട്ട് എക്കണോമിക് ഗ്രോത്ത് ആണ്. രാജ്യത്തിന്റെ ദീർഘകാല സാമ്പത്തിക കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും അതിന്റെ എക്കണോമിക് ഗ്രോത്ത് വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത അഞ്ചാമത്തേത് പറയുന്നത് ഇൻക്രീസസ് എക്സ്പോർട്സ് ആണ്. അതായത് ഇന്ത്യൻ ഉത്പാദകർക്ക് അന്താരാഷ്ട്ര വിപണിയിൽ കൂടുതൽ മത്സരശേഷി നൽകുകയും രാജ്യത്തിൽ നിന്നുള്ള കയറ്റുമതി ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു GST മൂലം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ അക്കൗണ്ടൻസിയുടെ ചാപ്റ്റർ 2 തിയറി ബേസ്ഡ് അക്കൗണ്ടിങ് ഇവിടെ കഴിയാണ്. മറ്റൊരു ചാപ്റ്ററുമായി വീണ്ടും കാണാം. നിങ്ങൾക്ക് ചാനൽ ഉപകാരപ്പെടുന്നത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടിന് നിങ്ങൾ നമ്മുടെ വാട്സപ്പിൽ ജോയിൻ ചെയ്ത് അതുപോലെ നമ്മുടെ കമന്റിലൂടെ ചോദിക്കാവുന്നതാണ്. നമ്മുടെ ഗാന്ധിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന നിങ്ങൾക്ക് ഗൈഡ് കിട്ടാൻ വേണ്ടി യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.